മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റമളാനിൽ സക്കാത്തിൻ്റെ സമ്പത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി നബി തങ്ങൾ നിയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കാവൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളെ കൈയോടെ പിടികൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെന്തായാലും ഞാൻ നബി തങ്ങളെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ വിട്ടയക്കണം, എന്നെ ആശ്രയിച്ചൊരു കുടുംബമുണ്ട്, ഞാൻ ദരിദ്രനാണ്, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവനോട് ദയ തോന്നിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ വിട്ടയക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇന്നലെ നീ ഒരാളെ പിടിച്ചില്ലേ, ആ തടവുകാരനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അയാളെ പിടിച്ചു, അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ദയ തോന്നി, ഞാൻ അയാളെ വിട്ടയച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അയാൾ പറഞ്ഞതൊക്കെ കള്ളമാണ്, എന്തായാലും അയാൾ ഇന്നും വരും എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാത്രി കാവൽ നിൽക്കുന്ന സമയത്ത് അതേ മനുഷ്യൻ പിന്നെയും പ്രത്യക്ഷപ്പെടുന്നു, ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെയും പിടിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നീ ഇങ്ങനെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, എനിക്ക് ഒരു കുടുംബമുണ്ട്, ഞാൻ ദരിദ്രനാണ്, അതുകൊണ്ടാണ്. അന്നേരവും അയാളോട് ദയ തോന്നിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ രണ്ടാം ദിവസവും വിട്ടയക്കുന്നു. പിറ്റേന്നും നബി തങ്ങൾ അതേ ചോദ്യം ആവർത്തിക്കുന്നു. അതേ മറുപടിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകുന്നു. നബി തങ്ങൾ അന്നേരം പറയുന്നു, അയാൾ പറഞ്ഞതൊക്കെ കള്ളമാണ്, അയാൾ ഇന്നും വരും. അങ്ങനെ മൂന്നാം ദിവസം എന്തായാലും അവനെ ഞാൻ പിടിച്ച് നബി തങ്ങളെ ഏൽപ്പിക്കുമെന്ന ഒരു ഉറപ്പോടുകൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ കാത്തു നിന്നു. അങ്ങനെ മൂന്നാം ദിവസവും അയാൾ വന്നുകൊണ്ട് ഭക്ഷണം മോഷ്ടിച്ച് കഴിച്ചു. അയാളെ കൈയോടെ പിടികൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായാലും ഞാൻ ഇന്ന് നബി തങ്ങളെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ഉപകാരപ്പെടുന്ന, അള്ളാഹുവിനടുക്കൽ ഉപകാരപ്പെടുന്ന ഒരു അറിവ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, എന്നാൽ എന്നെ വിട്ടയക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, വിജ്ഞാനദാഹിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ആയത്തുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. അത് നീ രാത്രി പാരായണം ചെയ്ത് ഉറങ്ങിയാൽ രാവിലെ വരെ നിനക്ക് അള്ളാഹുവിൻ്റെ കാവൽക്കാരനുണ്ടാവും, അതുപോലെ തന്നെ ശൈത്താനിൻ്റെ ഷർറും നിനക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടേക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നബി തങ്ങൾ ചോദിക്കുന്നു, ഇന്നലെ നിൻ്റെ അടുക്കൽ ഒരു ആൾ വന്നില്ലേ, ഒരു മോഷ്ടാവ് വന്നില്ലേ, അയാളെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ എനിക്കൊരു ഉപകാരപ്പെടുന്ന ഒരു അറിവ് എനിക്ക് പറഞ്ഞു തന്നു, ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാൻ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയുകയാണ്, അവൻ കള്ളനാണ്, പക്ഷെ അവൻ ഈ പറഞ്ഞത് സത്യമാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, ഈ കഴിഞ്ഞ 3 ദിവസം നിൻ്റെ അടുക്കൽ വന്നത് ആരാണെന്ന് നിനക്കറിയോ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നു, അല്ലാഹു വറസൂലുഹു ആലം. നബി തങ്ങൾ പറയുന്നു, ഫഇന്നഹു ശൈത്താനുൻ, അത് ശൈത്താനാണ്. ഈ കഥയിലൂടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ആയത്തുൽ കുർസിയുടെ മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ്. രണ്ടാമത്തേത്, സത്യം ആര് പറഞ്ഞാലും അത് സത്യം തന്നെയാണ്. എത്ര വലിയ കള്ളനാണെങ്കിലും അയാൾ സത്യം പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാവുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ആയത്തുൽ കുർസിയുടെ മഹത്തായ പ്രതിഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.